ബിഗ് ബോസ് നിയന്ത്രിക്കുന്ന ആ പവർ ഗ്രൂപ്പ് അതിവരാണ്, മുംബൈ വാല പവർ ഗ്രൂപ്പ്. ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിസത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അക്ബർ, അപ്പാനി ശരത് എന്നിവരിലേക്കാണ്. പക്ഷേ സത്യത്തിൽ ഈ സീസണിലെ ശരിക്കുള്ള ഗ്രൂപ്പ് അവരാണോ? അല്ല. ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിസത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന അക്ബർ, അപ്പാനി ശരത് അല്ല ശരിക്കുള്ള ഗ്രൂപ്പിസത്തിലെ പ്രധാന നേതാക്കൾ. അവരെപ്പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള മറ്റൊരു ശക്തമായ ഗ്രൂപ്പ് ബി വീട്ടിലുണ്ട്. ആര്യൻ കദൂരിയ, ജിസേൽ തക്രാൾ ടീം. വീട്ടിലെ മത്സരാർത്ഥികളെ പല അർത്ഥത്തിലും നിയന്ത്രിക്കുന്ന അവിടുത്തെ റിയൽ പവർ ഗ്രൂപ്പ് ഇവരാണ്, മുംബൈ വാല പവർ ഗ്രൂപ്പ്. അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുകയോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുമാണ് ബാക്കിയുള്ളവർ. എന്നാൽ അക്ബർ ശരത് ഗ്രൂപ്പിനോളം ഈ ഗ്രൂപ്പ് എക്സ്പോസ്ഡ് ആവുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അക്ബർ ശരത് ഗ്രൂപ്പ് പോലും ആര്യൻ, ജിസേൽ എന്നിവരുടെ നിഴലിൽ നിൽക്കുന്നവരാണ്. ആര്യനും ജിസേലും ചെയ്യുന്ന തെറ്റുകളെ ഇവർ താരതമ്യേന ലഘൂകരിച്ചാണ് കാണുന്നതും ഇടപെടുന്നതും. അതിൽ തന്നെ അപ്പാനി ശരത് വളരെ വിധേയത്വത്തോടെയാണ് ആര്യനോടും ജിസേലിനോടും പെരുമാറുന്നതെന്ന് പല അവസരങ്ങളിലും പല എപ്പിസോഡുകളിലും നമുക്ക് കാണാം. പണിപ്പുരയ്ക്ക് വേണ്ടി നടത്തിയ ത്വജിക്കൽ ടാസ്കിലെ ആര്യൻ്റെയും ജിസേലിൻ്റെയും പെർഫോമൻസ് കാരണമാണ് 1000 പോയിന്റുകൾ നഷ്ടമായത്. മട്ടയടിക്കുക എന്ന ഡിമാൻഡ് ആര്യൻ അനുസരിക്കുകയോ ജിസേലിനെ അത് ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്തില്ല. പകരം സീസൺ അവസാനിക്കുന്നതുവരെ മിണ്ടാതിരിക്കുക എന്ന ടാസ്ക് ആദ്യം തന്നെ ഏറ്റെടുത്ത അനീഷിൻ്റെ തലയിലേക്ക് ഇത് വെച്ചു കൊടുക്കാനാണ് ആര്യൻ ശ്രമിച്ചത്. ഇതിനുവേണ്ടി വളരെ പരിഹാസ്യമായ വാദങ്ങളാണ് ആര്യൻ ഉയർത്തിയത്. എന്തിനേറെ മതപരമായ കാര്യങ്ങൾ പോലും ഇവിടെ ആര്യൻ എടുത്തിടുകയുണ്ടായി. ആര്യൻ്റെയും ജിസേലിൻ്റെയും സ്ഥാനത്ത് മറ്റേത് മത്സരാർത്ഥികളായിരുന്നെങ്കിലും വലിയ പ്രശ്നമുണ്ടാകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആര്യനോട് ഏറ്റവും സമാധാനത്തിൽ മാത്രമാണ് ശരത്ത് സംസാരിച്ചത്, കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതും. അക്ബറിന് ആര്യൻ്റെയും ജിസേലിൻ്റെയും നിലപാടിൽ പ്രശ്നം തോന്നിയെങ്കിലും പക്ഷേ മറ്റുള്ള വിഷയങ്ങളിൽ അക്ബർ കാണിക്കാനുള്ള തീവ്രതയൊന്നും ഇവിടെ കണ്ടില്ല. പകരം ഈ പ്രശ്നത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനീഷിൽ ആരോപിക്കാനാണ് അക്ബറും ശ്രമിച്ചത്. ആര്യനും ജിസേലും കാരണമാണ് ടാസ്ക് തോറ്റതെന്ന് കൃത്യമായി അറിവുണ്ടായിരുന്നിട്ട് പോലും അഭിലാഷ് ഒഴികെ മറ്റാരും ആ വിഷയം കൃത്യമായി ഉന്നയിക്കുകയോ ആര്യനും ജിസേലും തെറ്റുകാരാണെന്ന് പറയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുമില്ല. എന്നാൽ ആര്യൻ പ്രതിരോധത്തിലാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ജിസേൽ ആര്യനു വേണ്ടി സംസാരിക്കാറുണ്ട്. കാര്യങ്ങൾ വ്യക്തതയോടെ സംസാരിച്ച് ഫലിപ്പിക്കാൻ ആര്യന് കഴിയാത്ത എല്ലാ ഘട്ടങ്ങളിലും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ജിസേൽ ആര്യനു വേണ്ടി പ്രതിരോധമെടുക്കും. ത്വജിക്കൽ ടാസ്കിൽ ആര്യനുമേൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ അത് തനിക്ക് കിട്ടിയ ടാസ്കാണെന്നും ആര്യനെ കുറ്റപ്പെടുത്താൻ ആവില്ലെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജിസേൽ ശ്രമിച്ചത്. മുടി മൊട്ടയടിക്കുക എന്നത് ജിസേലിന് കിട്ടിയ ടാസ്ക് അല്ല, മറിച്ച് 3 ടാസ്കുകളും മൂന്ന് പേർക്കുമായി കിട്ടിയതാണ്. ലഭിച്ച 3 ടാസ്കുകളിൽ ഒരെണ്ണം അനീഷ് ഏറ്റെടുത്തതോടെ ബാക്കി 2 എണ്ണം ജിസേലോ ആര്യനോ ആയിരുന്നു ഏറ്റെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ 2 പേർക്കും അതിന് താല്പര്യമില്ലാതായതോടെ ടാസ്ക് കുളമായി. ജിസേലിന് വേണ്ടി ആര്യനും ആര്യനു വേണ്ടി ജിസേലുമാണ് ഈ ടാസ്കിൽ സംസാരിച്ചതെല്ലാം. ശൈത്യയുടെ ജീവിതകഥ പറയുന്ന ടാസ്കിനിടെ ആര്യൻ ചിരിച്ചപ്പോഴും ജിസേൽ സമാനമായ തരത്തിൽ ആര്യനു വേണ്ടി ശബ്ദമുയർത്തി. ആര്യൻ ചിരിച്ചതല്ല, കരഞ്ഞതാണ് എന്നാണ് ജിസേൽ വാദിച്ചത്. ശൈത്യ സംസാരിക്കുമ്പോൾ ആര്യൻ ചിരിക്കുന്നതും അത് കണ്ട ജിസേൽ ആര്യന് മുന്നറിയിപ്പ് നൽകുന്നതുമെല്ലാം ആര്യനെ പിന്നിലേക്ക് മാറ്റുന്നതുമെല്ലാം പ്രേക്ഷകർ കണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായി അറിവുള്ള കാര്യങ്ങളിൽ പോലും ജിസേൽ കണ്ണും പൂട്ടി കള്ളം പറഞ്ഞിട്ടും ഒരാൾ പോലും ജിസേൽ എന്തിനാണ് ആര്യന് വേണ്ടി ഇത്തരത്തിൽ കള്ളം പറയുന്നതെന്ന് ചോദിച്ചിട്ടില്ല. ആര്യൻ ചിരിച്ചത് ഒരു പ്രശ്നമാകുമ്പോഴും ആര്യന് വേണ്ടി ജിസേൽ പറഞ്ഞ കള്ളം ഇവിടെ വിഷയമാകുന്നില്ല. അനുമോൾ ഒഴികെ വീട്ടിലെ പലരും നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രമാണ് ജിസേലിനെതിരെ സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷം ജിസേൽ ചെയ്യുന്ന ഒരു കാര്യവും ചോദ്യം ചെയ്യാൻ ബിഗ് ബോസ് വീട്ടിലാരും തയ്യാറല്ല. ഈ വിഷയത്തിൽ ശരത്ത്, അക്ബർ അടക്കമുള്ളവരും ആര്യനെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ന് മാത്രമല്ല, ആര്യൻ ബെഡിൽ പോയി കിടക്കുന്ന സമയത്ത് ഒപ്പം ചെന്ന ശരത്ത് ആര്യനൊപ്പം ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഷാനവാസ് ആയാലും ജിസേലിനോടോ ആര്യനോടോ ഈ വിഷയത്തിൽ വേണ്ട തരത്തിൽ സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആര്യൻ ചെരുപ്പെടുത്ത് അഭിലാഷിനെ എറിഞ്ഞിട്ട് പോലും ആരും അത് ചോദ്യം ചെയ്യുകയോ ആ ആക്ടിൻ്റെ സംഭവത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമായിരുന്നു. സഹമത്സരാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇവരുടെ കഴിവും എടുത്തു തന്നെ പറയണം. ആര്യനെയും ജിസേലിനെയും സ്ട്രോങ് മത്സരാർത്ഥികളായി വീട്ടിലെ ഭൂരിഭാഗവും കണ്ടു കഴിഞ്ഞു. കൂട്ടത്തിൽ സ്ട്രോങ് ആയവർ തിരിച്ചറിയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇവർ ചെയ്യുന്നത് ആര്യനും ജിസേലിനും വേണ്ടി എല്ലാ അവസരങ്ങളും മാറ്റിവെക്കുക എന്നതാണ്.
ഫിസിക്കൽ ടാസ്ക് ആയാലും മെൻ്റൽ ടാസ്ക് ആയാലും എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ആര്യൻ, ജിസേൽ എന്നിവർ തന്നെയാണ്. ഇക്കാരണം കൊണ്ട് വീട്ടിലെ കഴിവുള്ള പലർക്കും അവസരങ്ങൾ കിട്ടാതെയാകുമായിരുന്നു. പൊട്ടൻഷ്യലുള്ള പല മത്സരാർത്ഥികളും ഇവിടെ കീഴിലാണുള്ളത്. ആദ്യ ദിവസങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് തോന്നിപ്പിച്ച റെന ഫാത്തിമ ഇപ്പോൾ ആര്യനും ജിസേലിനും വിധേയപ്പെട്ട തരത്തിലാണ് പെരുമാറുന്നത്. തൻ്റെ ഗ്രാഫും ഗെയിമും താഴേക്ക് പോകുന്നത് റെന തിരിച്ചറിയുന്നത് പോലുമില്ല. ടോപ്പ് 2 എന്ന അവസരത്തിലെത്തുമ്പോഴല്ലാതെ നമ്മൾ പരസ്പരം ഗെയിം കളിക്കില്ല. ആര്യൻ ജിസേലിനോട് പറഞ്ഞതാണിത്. ആര്യൻ്റെ ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ജിസേലാണ്. ജിസേലിന് തിരിച്ച് ആര്യനും. മറ്റുള്ളവരോടെല്ലാം ആര്യൻ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പുച്ഛം കാണിക്കുന്നത് ബിഗ് ബോസിലെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ജിസേലിനെ ഒഴികെ മറ്റുള്ള എല്ലാവരെയും വില കുറച്ച് കാണുന്ന ആര്യൻ്റെ മനോഭാവം 1-2 തവണയല്ല വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. ജിസേലിനും ഇതേ എലൈറ്റ് സെയിം ആറ്റിറ്റ്യൂഡ് ഉണ്ട്. താനും ആര്യനും ബിഗ് ബോസ് വീട്ടിലെ എക്സ്ട്രാ പ്രിവിലേജുകൾ ഉള്ള 2 പേരാണ് എന്ന ധാരണയിലാണ് ജിസേൽ ഉള്ളത്. പക്ഷേ ആര്യനേക്കാൾ ക്രൂക്കഡ്നെസ്സും ബുദ്ധിമുള്ളത് കൊണ്ടാവും ജിസേലിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ആര്യൻ്റെ സുപ്പീരിയോറിറ്റിയോളം വെളിവാക്കപ്പെടാറില്ല. കാര്യങ്ങൾ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള ജിസേലിൻ്റെ കഴിവ് വീട്ടിലാരും ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ജിസേലിന് താല്പര്യമില്ലാത്ത ആളുകളോട് മറ്റുള്ളവരിലും താല്പര്യക്കേടുണ്ടാക്കാൻ ആ സബ്ജക്റ്റിൽ വളരെ ശ്രമങ്ങളിലൂടെ ജിസേലിന് കഴിയാറുണ്ട്. അനുമോളാണ് ജിസേലിൻ്റെ ഒന്നാമത്തെ ടാർഗറ്റ്. അത് കഴിഞ്ഞാൽ ആദില, നൂറ എന്നിവരും. തൻ്റെ പ്രിവിലേജുകളെ വകവയ്ക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവരോടുള്ള ജിസേലിൻ്റെ താല്പര്യക്കുറവിനുള്ള കാരണവും. ആര്യൻ, ജിസേൽ എന്നിവർക്കെതിരെ ശബ്ദമുയർത്തുന്നവർ വീട്ടിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ പവർ ഗ്രൂപ്പിൻ്റെ ശക്തി എത്രയാണെന്ന് വെളിവാക്കുന്നതുമാണ്. വീടിനുള്ളിൽ ഇവർക്കുള്ള ഹീറോ പരിവേഷം പൊളിക്കാനാവുന്ന ആൾ ആരാണോ അയാളായിരിക്കും ഈ സീസണിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്നത്. അത് നിലവിൽ വീട്ടിലുള്ള ആളുകളാകുമോ അതോ ഇനി വരുന്ന വൈൽഡ് കാർഡുകളാകുമോ എന്നത് കണ്ടറിയണം.